എല്ലാ DHIC ഉദ്യോഗാർത്ഥികൾക്കും ഹെൽത്ത് ഇൻസ്പെക്ടർ ക്രൂവിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന പാർട്ടിലെ ഫ്രാക്ചർ എന്ന് പറയുന്ന സെക്ഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോർഷൻസിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് മാർക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് ദീർഘിപ്പിക്കാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഫ്രാക്ചർ. അപ്പൊ എന്താണ് ഫ്രാക്ചർ എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട്, ഫസ്റ്റ് എയ്ഡ് പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടേംസുകളുണ്ട്. ലൈക്ക് ഫ്രാക്ചർ, വൂണ്ട്, ഷോക്ക്, എപ്പിസ്റ്റാക്സിസ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ടേമുകളുണ്ട്. ആ ടേമുകൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും നിനക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ഫ്രാക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് കൊണ്ട് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഫ്രാക്ചർ എന്താണ്? ഫ്രാക്ചർ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഫ്രാക്ചറിനെ നമുക്ക് സിംപ്ലി ഡിഫൈൻ ചെയ്യാം. ഒരു വേഗമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ, ഒരു സാധാരണക്കാരനും ഫ്രാക്ചറിനെ എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് പറയാം: ഫ്രാക്ചർ ഈസ് ദ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് എ ബോൺ ഈസ് ബ്രോക്കൺ ഓർ ക്രാക്ട്. ഒരു ബോൺ, നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ബോൺ, ഈ എല്ലെന്ന് പറയുന്നത് ഒടിയുകയോ അല്ലെങ്കിൽ ബ്രേക്കായി പോവുകയോ അല്ലെങ്കിൽ ക്രാക്കായി പോവുകയോ ചെയ്താൽ ആ ഒരു പദത്തിനെ വിളിക്കുന്ന പേരാണ് ഫ്രാക്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ ഒന്ന് പറയാറുള്ളത്. എന്നാൽ ഒരു മെഡിക്കൽ ടേം രീതിയിൽ നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എക്സാമിന് എഴുതി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഫ്രാക്ചറിന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വാചകം എന്ന് പറയുന്നത്. അതൊന്ന് നോക്കിക്കേ മക്കളെ. എ ഫ്രാക്ചർ ഈസ് ദ പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ബ്രേക്കേജ് ഓഫ് പെരിഓസ്റ്റിയം. നമ്മുടെ ബോണിന്റെ ഒരു മെഡിക്കൽ ടേം ആണെന്ന് പറയുന്നത് പെരിഓസ്റ്റിയം. അപ്പൊ ഇങ്ങനെയുള്ള വെറൈറ്റി മെഡിക്കൽ ടേമുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പേപ്പർ നോക്കുന്ന നിങ്ങളുടെ വാല്യുവേഷൻ നടത്തുന്ന ആള് അല്ലെങ്കിൽ സാറന്മാരൊന്ന് ഇംപ്രസ് ചെയ്യാൻ പറ്റും. സോ ഈ പറയുന്ന രീതിയിൽ, ഒരു സാധാരണ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രാക്ചറിനെ ഡിഫൈൻ ചെയ്യാം. പക്ഷെ കുറച്ചും കൂടെ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു രീതിയിലുള്ള ഫ്രാക്ചറിന്റെ ഡെഫിനിഷൻ പഠിക്കുന്നതിലായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത് ഒന്ന് പഠിക്കാൻ ട്രൈ ചെയ്യുമല്ലോ. ഫ്രാക്ചർ ഈസ് ദ പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ബ്രേക്കേജ് ഓഫ് പെരിഓസ്റ്റിയം. പെരിഓസ്റ്റിയം എന്ന് പറയുന്നത് ബോണാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഡെഫിനിഷനിലൂടെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് ഈ ഒരു ഫ്രാക്ചറിന്റെ ഡെഫിനിഷൻ തന്നെ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഒരു ഇംപ്രഷൻ കൊടുത്താൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമായി മാറും. അപ്പൊ ഡെഫിനിഷൻ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത് നോക്കാം. കോസസ് ഓഫ് ഫ്രാക്ചർ. അപ്പൊ നമ്മൾ ഫ്രാക്ചറിന്റെ ഡെഫിനിഷൻ എസ്സേ പോർഷനിൽ എഴുതി കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ടാമത്തെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റിയ ഒരു ഹെഡിങ് ആണ്, ഒരു മെയിൻ ഹെഡിങ് ആണ്, എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ഫ്രാക്ചർ ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കോസസ് ഓഫ് ഫ്രാക്ചർ. അപ്പൊ പ്രധാനമായിട്ടും ഈ പറയുന്ന രീതികളിലൊക്കെയാണ് ഫ്രാക്ചർ ഉണ്ടാവുക. ഓക്കെ, അത് ആ ഫോഴ്സിനെ വെച്ചിട്ടാണ് ഫ്രാക്ചർ ഉണ്ടാകുന്ന ഫോഴ്സ്. നമുക്കൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സിലൂടെ നമ്മൾ ബാലൻസ് തെറ്റി വീഴുകയോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഫോഴ്സ് ആഘാതം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏൽക്കുകയും ഇത് നേരിട്ടോ അല്ലാതെയോ നമ്മുടെ ബോണിനെ എന്ത് ചെയ്യും, ക്ഷതമേൽപ്പിക്കുകയും ചെയ്യും. അത് ബോണ് ബ്രേക്ക് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ ആ ഫോഴ്സ് എങ്ങനെയാണ് ആ ബോണിനകത്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഫ്രാക്ചറിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ബൈ ഡയറക്റ്റ് ഫോഴ്സ്, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ഫോഴ്സ്, ഓക്കെ, തേർഡ് വൺ മസ്കുലാർ ആക്ഷൻ. അപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ ഫ്രാക്ചർ ഉണ്ടാവുക ഈ മൂന്ന് തരത്തിലുള്ള ഫോഴ്സുകളിലൂടെയാണ്. ഒന്ന് നേരിട്ടുള്ള ആഘാതം അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോഴ്സ്, രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഫോഴ്സിലൂടെയും. നേരിട്ട് ആ പറയുന്ന നമുക്ക് ക്ഷതമേൽക്കുന്ന ബോണിൽ അല്ലായിരിക്കും ഈ പറയുന്ന ഫോഴ്സ് ഉണ്ടാവുക. അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. മൂന്നാമത്തത് ഏതാണ്? മസ്കുലാർ ആക്ഷൻ. അപ്പൊ ഈ മൂന്ന് രീതിയിലാണ് ഫ്രാക്ചർ ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷന് ശേഷം എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എസ്സേ പോർഷനോ അല്ലെങ്കിൽ 5 മാർക്കിന്റെ പോർഷനോ ഒരു നല്ലൊരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ മക്കളെ, നമുക്ക് ആ മൂന്ന് ക്ലാസിഫിക്കേഷനും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഏതൊക്കെ തരത്തിലുള്ള ഫോഴ്സ് കൊണ്ടാണ് ഈ പറയുന്ന ഫ്രാക്ചറുകൾ ഉണ്ടാവുന്നതെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ അതിൽ നമ്മൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബൈ ഡയറക്റ്റ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഓക്കെ, എപ്പോഴെങ്കിലും ഒരു ബോൺ ഫ്രാക്ചർ ആകാം. എപ്പോഴാണ് ഫ്രാക്ചർ ആകുന്നത്? അറ്റ് ദ പോയിന്റ് വെയർ ദ ഫോഴ്സ് ഓഫ് എ ബ്ലോ ഈസ് അപ്ലൈഡ്. മീൻസ് സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫോഴ്സ് ബോണിന്റെ ഏത് ഭാഗത്തേക്കാണോ വരുന്നത്. ഇപ്പൊ ഒരു ഇമ്പാക്ട്, നമ്മുടെ ഒരു
ആക്സിഡന്റോ അല്ലെങ്കിൽ പെട്ടെന്ന് മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് അനുഭവപ്പെടുന്ന ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ബോണിന്റെ ആ ഫ്രാക്ചർ ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഫ്രാക്ചർ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ഫോഴ്സ്. അപ്പൊ ഡയറക്റ്റ് ഫോഴ്സിലൂടെ ഫ്രാക്ചർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനിഷൻ താണ്ട ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്: എ ബോൺ ക്യാൻ ബി ഫ്രാക്ചേർഡ്. ഒരു ബോണിന് ഫ്രാക്ചർ ഇങ്ങനെ സംഭവിക്കാം ഡയറക്ട്ലി അറ്റ് ദ പോയിന്റ് വെയർ ദ ഫോഴ്സ് ഓഫ് എ ബ്ലോ ഈസ് അപ്ലൈഡ്. എവിടെ ഫോഴ്സ് ഏൽക്കുന്നോ അവിടെ തന്നെ, ആ ഒരു ബോണിന്റെ പോർഷനിൽ തന്നെ ഫ്രാക്ചർ സംഭവിക്കുകയാണെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻ, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ബൈ ഡയറക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത രണ്ടാമത്തെ അപ്പൊ എന്തായിരിക്കും? ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അടുത്തതിന്റെ ഓപ്പോസിറ്റ് ഇൻഡയറക്റ്റ് ഫോഴ്സ്. ബൈ ഇൻഡയറക്റ്റ് ഫോഴ്സിലൂടെയും നമുക്ക് എന്ത് സംഭവിക്കാം? ഈ പറയുന്ന രീതിയിൽ ഫ്രാക്ചർ സംഭവിക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഫോഴ്സ് എവിടെ ഏൽക്കുന്നോ ആ ഭാഗത്ത് തന്നെ ആവണമെന്നില്ല ഈ പറയുന്ന രീതിയിൽ ഫ്രാക്ചർ ഉണ്ടാവുന്നത്. നമ്മളിപ്പോ ഒരു നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നൊന്ന് എന്ത് ചെയ്യുക, നമ്മൾ മറിഞ്ഞു വീഴാനായിട്ട് പോകുന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് ആ ഒരു ഫോഴ്സ് വളരെ പെട്ടെന്ന് നമ്മളൊന്ന് മറിഞ്ഞു വീഴാൻ പോകുന്നുണ്ട് വിചാരിക്കുക. അപ്പൊ നമ്മൾ പെട്ടെന്ന് വീഴാതിരിക്കാൻ വേണ്ടി കൈ കുത്തുന്നു. അപ്പം കൈ കുത്തുന്ന ആ കൈയുടെ പാം ഏരിയയിലാണ് നമ്മുടെ ഫോഴ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാവുക. പക്ഷെ ആ കൈ കുത്തുമ്പോൾ അയാളുടെ കോളർ ബോണിനാണ് ഈ പറയുന്ന ഫ്രാക്ചർ ഉണ്ടാവുന്നതെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് ഫോഴ്സ് ആയിരിക്കും. മക്കളെ, അർത്ഥം ഇത്രയേ ഉള്ളൂ: ഫോഴ്സ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഏറ്റത് പുള്ളിയുടെ കയ്യിലാണ്. ഓക്കെ, പക്ഷേ പുള്ളിക്ക് ഫ്രാക്ചർ സംഭവിച്ചത് കൈയുടെ പാമാർ ഏരിയയിലല്ല. എന്താണ്? കോളർ ബോണിന് ആ ഒരു ആഘാതത്തിൽ, കൈ കുത്തുന്ന ആഘാതത്തിൽ പുള്ളിയുടെ തോളെല്ലാം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ ഫ്രാക്ചർ ആകുമെന്ന് വിചാരിക്കുക. അപ്പൊ അതൊരു ഇൻഡയറക്റ്റ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇൻഡയറക്റ്റ് ഫോഴ്സിന്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ദ ബോൺ ബ്രേക്സ് എവേ ഫ്രം ദ സ്പോട്ട് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ആപ്ലിക്കേഷനിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് ഏരിയയിൽ നിന്നും വളരെ ദൂരെയായിട്ട് എന്ത് സംഭവിക്കുന്നു? ഫ്രാക്ചർ സംഭവിക്കുന്നതെങ്കിൽ അത് ഇൻഡയറക്റ്റ് ഫോഴ്സ് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഈ പറയുന്ന രീതിയിൽ അതിനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഫ്രാക്ചർ ഓഫ് കോളർ ബോൺ എവിടെയാണ്? അപ്പൊ ഇൻഡയറക്റ്റ് ഫോഴ്സിന് എക്സാമ്പിൾ ഏതാണ്? ഫ്രാക്ചർ ഓഫ് കോളർ ബോൺ ആഫ്റ്റർ എ ഫോൾ ഓൺ ദി ഔട്ട് സ്ട്രെച്ച്ഡ് ഹാൻഡ്. നമ്മൾ കൈ കുത്തി ഇങ്ങനെ വീഴാൻ നേരത്ത് കൈ കുത്തുന്നത് നമ്മുടെ പാം കൊണ്ടായിരിക്കും കൈ കുത്തുന്നത്, പക്ഷേ ഫ്രാക്ചർ സംഭവിക്കുന്നത് കോളർ ബോണിനായിരിക്കും. അപ്പൊ അതൊരു ഇൻഡയറക്റ്റ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഫിഗർ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരാള് ഒരു ബോയ് അല്ലെങ്കിൽ ഒരാള് നടക്കുന്ന സമയത്ത് ഒരു കല്ലോ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷനിൽ തട്ടി പുള്ളി വീഴാൻ പോകുന്നു. പുള്ളി വീഴുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആ പുള്ളി കൈ കുത്തി വീഴാതിരിക്കാൻ വേണ്ടി, നല്ല രീതിയിൽ വീഴാതിരിക്കാൻ വേണ്ടി കൈ കുത്തുന്നു. പക്ഷെ കൈ കുത്തുമ്പോഴേക്കും പുള്ളിയുടെ ഷോൾഡർ ബോണിനാണ് എന്ത് സംഭവിക്കുന്നത്? ഫ്രാക്ചർ സംഭവിക്കുന്നതെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് ഫോഴ്സിലൂടെ ആയിരിക്കും നടക്കുന്നത്. അപ്പം ഫോഴ്സ് ഏറ്റത് പുള്ളിയുടെ പാൽമാർ ഏരിയയിലാണ്, പക്ഷേ ഈ പറയുന്ന ഫ്രാക്ചർ സംഭവിച്ചത് കോളർ ബോണിലാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ടു തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് ഫോഴ്സ് ഓഫ് മസ്കുലാർ ആക്ഷൻ. ഓക്കെ, ഫോഴ്സ് ഓഫ് മസ്കുലാർ ആക്ഷൻ. അപ്പൊ നമ്മുടെ മസിൽസുകളുടെ ആക്ഷൻ മൂലവും നമ്മുടെ ബോഡിയിലെ ബോണുകൾക്ക് എന്തുണ്ടാകാം? ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പെട്ടെന്നുള്ള ചില മസിൽസിന്റെ കോൺട്രാക്ഷനിലൂടെ, ഓക്കെ, വയലന്റ് കോൺട്രാക്ഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് മേ pull pieces of bones away from the point where the muscles is attached. അർത്ഥം ഇത്രയേ ഉള്ളൂ: നമ്മുടെ ബോൺസിനോട് ചേർന്ന് മുൻപ് വശവും പുറകു വശങ്ങളിലൊക്കെ ആയിട്ട് ലിഗമെന്റ്സോ അല്ലെങ്കിൽ മസിൽസിന്റെ കൂട്ടോ ഒക്കെ കാണാനുള്ള ചാൻസ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് പറയുന്നത് നമ്മുടെ നീ ക്യാപ്പ്, നമ്മുടെ മുട്ടിന്റെ ചിരട്ട. ആ മുട്ടിന്റെ ചിരട്ടയുടെ മുൻഭാഗത്തായിട്ട് കുറച്ച് ലിഗമെന്റുകളും മസിൽസുകളും നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പൊ ഇത് നമ്മൾ മൂവ്മെന്റിനനുസരിച്ചിട്ട് ഈ മസിൽസ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുകയും ഡയലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ പറയുന്നതിന്റെ അളവ് കൂടുന്ന സമയത്ത്, ഈ മസിൽ കോൺട്രാക്ഷൻ വളരെ വിഗറസ് ആയിട്ട് നടക്കുമ്പോൾ ആ മസിൽ കോൺട്രാക്ഷന്റെ ഫോഴ്സ് മൂലം ഇതിന്റെ തൊട്ടു ബാക്കിൽ നിൽക്കുന്ന നമ്മുടെ മുട്ടിന്റെ ചിരട്ടയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ബോൺസുകൾക്ക് ഫ്രാക്ചർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് മസ്കുലാർ ആക്ഷൻ എന്ന് പറയുന്ന ടൈപ്പിലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ ചോദിച്ചാൽ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണിക്കാൻ മറന്നു പോകരുത്: ഫ്രാക്ചർ ഓഫ് നീ ക്യാപ്പ് ആഫ്റ്റർ പവർഫുൾ ഹൈ മസിൽ ജെർക്ക്. അതിനൊരു ഫിഗർ കൂടെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഫിഗർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഓർമ്മ നിൽക്കുകയും ചെയ്യും. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മുട്ടിന്റെ ചിരട്ട ഭാഗമാണ് ഇതായി കാണിച്ചിരിക്കുന്നത്. ഈ മുട്ടിന്റെ ചിരട്ട ഭാഗമായിട്ട് പാറ്റില പോർഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ടിലായിട്ടുള്ള ഈ പറയുന്ന മസിൽസ് ഈ
മസിൽസോ അല്ലെങ്കിൽ ലിഗമെന്റുകളോ വലിയുന്നതിന്റെ ഭാഗമായിട്ട് ആ മുട്ടിന്റെ ചിരട്ട എന്ത് ചെയ്യുന്നു, അവിടെ ഫ്രാക്ചർ ആകുന്നു. മുട്ടിന്റെ ചിരട്ട എന്ന് പറയുന്നത് ബോൺ പോർഷൻ ആണല്ലോ. അപ്പം ആ പോർഷൻ ഫ്രാക്ചർ ആകുന്നു. പക്ഷേ ഇമ്പാക്ട് ഏറ്റത് അവിടെ ഒന്നുമല്ല, ഈ മസിൽ കോൺട്രാക്ഷൻ മൂലമാണ് എന്ത് ചെയ്യാനുള്ള ചാൻസ് വളരെ വിഗറസ് ആയിട്ട്. സാധാരണ ഇത് മസിൽ കോൺട്രാക്ട് ചെയ്യാറുണ്ട്, പക്ഷേ ഇതിന്റെ അളവ് വളരെ വിഗറസ് ആയിട്ട് മാറുക. പെട്ടെന്ന് നമ്മൾ കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരികെയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇത് സംഭവിക്കുക. ഉദാഹരണത്തിന് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു ഷോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീശുന്നു. ഒരു ബാറ്റ്സ്മാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീശുന്നതായിട്ട് വിചാരിക്കുക, ബാറ്റ് എടുത്ത് പെട്ടെന്ന് വീശുന്നതായിട്ട് വിചാരിക്കുക. അപ്പൊ അയാൾ ആ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ കാലൊന്ന് വളയുകയും അപ്പോഴത്തേന് ഈ മസിൽസ്, ഈ കിടക്കുന്ന ലിഗമെന്റോ ഒക്കെ വലിയുമ്പോൾ ആ മുട്ടിന്റെ ചിരട്ട പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതെന്ന് പറയുന്നത് ഏത് ടൈപ്പിൽ പോവും, ഫോഴ്സ് ഓഫ് മസ്കുലർ ആക്ഷനിൽ പോവും. അപ്പൊ ഈ 3 രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫ്രാക്ചറിനെ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എവിടെയാണ് ആ ഫോഴ്സും ആ ഫ്രാക്ചറും ഉണ്ടാകുന്നത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡെഫിനിഷനും അതിന്റെ ടൈപ്പുകൾ നമ്മൾ ക്ലാസിഫിക്കേഷനും പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫ്രാക്ചർ ആണ്. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് ഈ ഒരു ടൈപ്സ് ഓഫ് ഫ്രാക്ചറിന്റെ ക്ലാസിഫിക്കേഷനും കൂടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പ്രധാനമായിട്ടും ഫ്രാക്ചറുകളെ 3 വിഭാഗങ്ങളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് സിമ്പിൾ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രാക്ചർ എന്നും, രണ്ടാമത്തത് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ഫ്രാക്ചർ എന്നും, ആൻഡ് ഫൈനൽ വൺ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്നുമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പെട്ടെന്നൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഫസ്റ്റ് വൺ സിമ്പിൾ അല്ലെങ്കിൽ ക്ലോസ്ഡ് എന്നറിയപ്പെടും, കോമ്പൗണ്ട്, ലാസ്റ്റ് വൺ കോംപ്ലിക്കേറ്റഡ്. അപ്പൊ ഈ 3 തരത്തിലുള്ള ഫ്രാക്ചറുകളെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അത് എക്സാമിന് എസ്സേ പോർഷനിലും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർക്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് പോയി എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വൺ ഏതാണ് മക്കളെ, സിമ്പിൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആ എല്ലിന്റെ ബ്രേക്കേജിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് സിമ്പിൾ ഫ്രാക്ചറിൽ സംഭവിക്കാൻ നോക്കാം. ഇൻ ദിസ് ഫ്രാക്ചർ ദ സ്കിൻ സർഫസ് അറൌണ്ട് ദ ഡാമേജ്ഡ് ബോൺ ഈസ് നോട്ട് ബ്രോക്കൺ. നമുക്ക് ക്ഷതമേൽക്കുന്നു, ബോണ് എന്ത് ചെയ്യുന്നു, ഫ്രാക്ചർ ആവുന്നു. പക്ഷെ ആ ഫ്രാക്ചർ ആയ ബോണിന് ചുറ്റുമുള്ള സ്കിന്നിന് യാതൊരുവിധ പ്രശ്നവും സംഭവിക്കുന്നില്ല. അപ്പൊ ആ സ്കിന്ന് എന്ത് ചെയ്യുന്നില്ല, വൂണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലൊന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ഉള്ളി ആ ബോൺ മാത്രം എന്ത് ചെയ്യുന്നു, ഡാമേജ് ആകുന്നു. അപ്പം സിമ്പിൾ ഫ്രാക്ചർ മീൻസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രാക്ചർ മീൻസ് എന്താണ്, ദ സ്കിൻ സർഫസ് അറൌണ്ട് ദ ഡാമേജ്ഡ് ബോൺ ഈസ് നോട്ട് ബ്രോക്കൺ. എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന സ്കിൻ സർഫസ് മുറിയുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യാറില്ല, ഈ പറയുന്ന രീതിയിൽ ക്രാക്ക് ചെയ്യുകയോ ചെയ്യാറില്ല. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ, സിമ്പിൾ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രാക്ചർ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തത് ഏതാണ്, കോമ്പൗണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ഫ്രാക്ചർ. അപ്പൊ കോമ്പൗണ്ടിന്റെ മറ്റൊരു പേരാണ് ഓപ്പൺ ഫ്രാക്ചർ എന്ന്. അപ്പൊ അതിൽ നിന്ന് തന്നെ ആ ഓപ്പൺ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഫിഗർ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ആ പുള്ളിയുടെ എല്ല് ഒടിഞ്ഞു. ആ ഒടിഞ്ഞ എല്ല് ആ മാംസവും തുളച്ചു കയറി പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഓപ്പൺ ഫ്രാക്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എപ്പോഴാണ് ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ഫ്രാക്ചർ ഉണ്ടാവുക, when the wound leads from the surface of skin to fracture. ഓക്കെ, അല്ലെങ്കിൽ സിംപ്ലി ഇങ്ങനെ പറയാം, ബ്രോക്കൺ ബോൺസ് എന്ത് ചെയ്യുന്നു, പെനിട്രേറ്റ്സ് ടു ദ സർഫസ് ഓഫ് ദ സ്കിൻ. അങ്ങനെ പറഞ്ഞാലും മതി, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഹിയർ ഏത് ടൈപ്പില്, ഹിയർ ഇൻ കോമ്പൗണ്ട് ഫ്രാക്ചർ ദ ബ്രോക്കൺ ബോൺ ഈസ് പെനിട്രേറ്റ് ടു ദ സർഫസ് ഓഫ് ദ സ്കിൻ. നമ്മുടെ സ്കിന്നിന്റെ സർഫസിലേക്ക്, പുറത്തേക്ക് എക്സ്റ്റേണൽ ആയിട്ട് ആ ബോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അത്തരത്തിലുള്ള എന്താണ് ഫ്രാക്ചറിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ഫ്രാക്ചർ എന്നറിയപ്പെടുക. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഫ്രാക്ചർ ഏതാണ്, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. അപ്പൊ ഈ കോമ്പൗണ്ടും കോംപ്ലിക്കേറ്റഡും തമ്മിൽ വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഈ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ മേ ബി ഏതിന്റെ കാറ്റഗറിയിൽ തന്നെ വരാം, ഒന്നെങ്കിൽ ക്ലോസ്ഡോ അല്ലെങ്കിൽ ഓപ്പണോ ആയിട്ടുള്ള, അല്ലെങ്കിൽ സിമ്പിളോ അത് മേ ബി കോമ്പൗണ്ടോ ആയി മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് അതിനെ കോംപ്ലിക്കേറ്റഡ് എന്നും കൂടെ അറിയപ്പെടുക, ഈ സിമ്പിളോ അല്ലെങ്കിൽ കോമ്പൗണ്ടിനെയോ. അപ്പൊ ഇങ്ങനെ ഒരു ബോൺ ബ്രേക്കേജ് ഉണ്ടാകുമ്പോൾ ആ ബോൺ ബ്രേക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് തൊട്ടടുത്തിരിക്കുന്ന അതിന്റെ ഓർഗൻസോ, നമ്മുടെ ഈ ബോണ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചില ഓർഗൻസ് ഒക്കെ കാണുമല്ലോ. ഇപ്പൊ നമ്മളെ റിബ്സ് ആണെങ്കിൽ എടുക്കുന്നതെങ്കിൽ, റിബിനൊരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആ റിബിനോട് ചേർന്നിരിക്കുന്ന ഓർഗൻ ആയിട്ടുള്ള ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സിനെയോ അല്ലെങ്കിൽ ഹാർട്ടിനെയോ ഒക്കെ ആ ഇഞ്ചുറി ആഘാതം ഏൽപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് ആ സ്ഥലത്തെ ആ ഒരു ഓർഗനെ അസോസിയേറ്റ് ചെയ്ത് ഒരു ഇഞ്ചുറിയും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ, അസോസിയേറ്റഡ് ഇഞ്ചുറി എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അങ്ങനെ അസോസിയേറ്റഡ് ഇഞ്ചുറി ടു ആൻ ഓർഗൻ അതിനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുക, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് വിളിക്കുക. ഈ ഫിഗറിൽ കണ്ടേക്കുന്ന കണക്ക് തന്നെ നമ്മളെ ചെസ്റ്റിനകത്ത്, റിബ്സിനകത്ത്
ഒരു എന്ത് ഉണ്ടാകുന്നെന്ന് വിചാരിക്കുക, ഫ്രാക്ചർ ഉണ്ടാകുന്നെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഫ്രാക്ചേർഡ് ആയിട്ടുള്ള ബോൺ തുളച്ച് ആ ലെങ്സിനകത്തോട്ട് കയറി ആ ലെങ്ങിനും എന്തുണ്ടാക്കി, ഒരു വൂണ്ട് ഉണ്ടാക്കി. അപ്പൊ ലെങ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗൻ അല്ലേ. അപ്പൊ ഉണ്ടായ ഫ്രാക്ചർ ഓർഗനെയും കൂടെ അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെന്ന് പറയും, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്നും കൂടെ അറിയും. ഓക്കെ, അപ്പൊ 3 തരത്തിലുള്ള ടൈപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തതിനകത്തായിട്ട് പോവുകയാണെങ്കിൽ ഈ ഫ്രാക്ചറുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ഈ ഇത്രയും ടൈപ്പുകൾ നിങ്ങൾ എക്സാമിന് എഴുതേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് വൺ ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ. ട്രാൻസ്വേഴ്സ്, ഒബ്ലിക്ക്, സ്പൈറൽ, ഇമ്പാക്റ്റഡ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ, ഒബ്ലിക് ഫ്രാക്ചർ, സ്പൈറൽ ഫ്രാക്ചർ, ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ. ഓക്കെ, അടുത്തത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ, ഡിപ്രസ്ഡ് ഫ്രാക്ചർ, ഓക്കെ, കംപ്രസ്ഡ് ഫ്രാക്ചർ, കമ്മ്യൂട്ടഡ് ഫ്രാക്ചർ. നമ്മൾ എഴുതുമ്പോൾ കമ്മ്യൂണിറ്റഡ് എന്നാണ് എഴുതുന്നത്. ഓക്കെ, കമ്മ്യൂട്ടഡ് ഫ്രാക്ചർ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും തരത്തിലുള്ള, ഓക്കെ, ടോട്ടൽ എത്ര ഉണ്ട്, 8 ടൈപ്പ് അല്ലെ. ആ 8 ടൈപ്പും കൂടെ ഒന്ന് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാക്ചറിന്റെ പരിപാടി കഴിഞ്ഞു. അപ്പം ഇത് ഏതൊക്കെയാണെന്ന് 8 തരത്തിലുള്ള ഓർഡറിൽ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ ഒന്ന് എടുത്ത് നോക്കി. അപ്പൊ 8 കറക്റ്റ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, ടി ഫോർ ട്രാൻസ്വേഴ്സ്. ടി കഴിഞ്ഞാൽ ഓ അല്ലേ വരുന്നേ, ഒബ്ലിക്. എസ് സ്പൈറൽ. ഐ എന്ന് പറയുന്നത് ഇമ്പാക്റ്റഡ്. ഓക്കെ, ഗ്രീൻ സ്റ്റിക്ക്, ജി. ഡിപ്രസ്ഡ്, ഓക്കെ, ഡി. പിന്നെ 2 സിയും കൂടെ ഉണ്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ഇത് പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കാൻ. ഓക്കെ, ഈ ഒരു കോഡ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, കോഡ് ഇതാണ്. ഓക്കെ, പെട്ടെന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമ്മുടെ കോഡ് ഓരോന്നിന്റെ ആദ്യത്തെ അക്ഷരം ഒന്ന് നോക്കിക്കേ. ടി ട്രാൻസ്വേഴ്സ്, ഓക്കെ, ഒ ഒബ്ലിക്, എസ് സ്പൈറൽ, ഐ ഇമ്പാക്റ്റഡ്. അപ്പൊ ആദ്യത്തെ 4 ടോസി എന്ന് ഓർത്ത് വെച്ചേക്കാം. TOSI. അപ്പൊ ആ ടോസി ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ടി എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സും, ഓക്കെ, ടി ട്രാൻസ്വേഴ്സും, ഒ ഒബ്ലിക്കും, എസ് സ്പൈറലും, ഐ ഇമ്പാക്റ്റഡും. അപ്പൊ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ കോഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും കാണാതെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് 4 ഏതൊക്കെയാണ്, ടോസി. ഇനി ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി 4 ഏതൊക്കെയാന്ന് നോക്കാം. ദാണ്ടേ ഏതൊക്കെയാ. ഫസ്റ്റ് വൺ ഗ്രീൻ സ്റ്റിക്കിന്റെ ജി എടുക്കുന്നു, ജി. ഓക്കെ, ഡിപ്രസ്ഡിന്റെ എന്താണ്, ഡി. ഓക്കെ, സി സ്ക്വയർ എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ടോസി GDC സ്ക്വയർ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ മതി. അപ്പൊ ഈ 8 കിട്ടും. ഈ സി സ്ക്വയർ എന്ന് പറയുന്ന 2 ഉണ്ടെന്ന് ഓർക്കുക. കംപ്രസ്ഡും ഉണ്ട്, ഓക്കെ, കമ്മ്യൂട്ടഡ് ഫ്രാക്ചറും ഉണ്ട്. അപ്പൊ ഇത് ഓർത്ത്, ഈ കോഡൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ എസ് എഴുതുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈപ്പുകൾ മറന്നു പോവാതെ എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഏതാണ് മക്കളെ കോഡെന്ന് പറഞ്ഞേ, ടോസി GDC സ്ക്വയർ. ഓക്കെ, ടോസി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, ടി. നിങ്ങൾ തന്നെ മനസ്സിൽ ഈ കോഡൊന്ന് ഓർത്തൊന്ന് പറഞ്ഞു നോക്കി. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നത് മനസ്സിലാവും. ഇത് നോക്കണ്ട, ഈ എഴുതിയിട്ടേക്കുന്നത് നോക്കണ്ട. ടോസിയുടെ ടി എന്താണ്, ട്രാൻസ്വേഴ്സ്. ഒ ഒബ്ലിക്ക്, എസ് സ്പൈറൽ, ഐ ഇമ്പാക്റ്റഡ്, ജി ഗ്രീൻ സ്റ്റിക്ക്, ഡി ഡിപ്രസ്ഡ്. 2 സി ഉണ്ട്, ഏതൊക്കെയാ, കംപ്രസ്ഡും ഉണ്ട്, കമ്മ്യൂട്ടഡും ഉണ്ട്. അപ്പൊ ഈ ഒരു കോഡ് ഓർത്ത് വെച്ച് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റത്തില്ലേ മക്കളെ, സിമ്പിൾ അല്ലേ. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻസ് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പം പെട്ടെന്ന് ഒരു ബുക്ക് എടുത്ത് ആ കോഡ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എക്സാമിന് നിങ്ങൾക്ക് ഫ്രാക്ചറുമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഓർത്ത് എഴുതാൻ പറ്റും, ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഓക്കെ, എന്താണ് ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ? ഓക്കെ, ആ ഫ്രാക്ചർ ഉണ്ടാകുന്ന രീതി വെച്ചിട്ടാണ്. ട്രാൻസ്വേഴ്സ് എന്ന് പറയുമ്പം എന്താണ്, നെടുകെ ഒരു പാരലൽ ആയിട്ടുള്ള ലൈനെയാണ് ട്രാൻസ്വേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ലൈൻ. ഓക്കെ, പാരലൽ ലൈൻ. ആ പാരലൽ ലൈനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, ട്രാൻസ്വേഴ്സ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ലൈൻ, നേരെയുള്ള ലൈനെയാണ് ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോണിന്റെ ആക്സിസ്, ഇത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബോണിന്റെ ആക്സിസ് എല്ലാം എന്താണ്, ഇപ്പൊ ഇങ്ങനെ നേരെയാണ്, നെടുകയാണ് കിടക്കുന്നത്. ആ ആക്സിസിന് കുറുകെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നതെങ്കിൽ, ഈ പറയുന്ന രീതിയിൽ ഫ്രാക്ചർ ഉണ്ടാവുന്നതെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും, ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ എന്ന് വിളിക്കും. സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ മീൻസ് നമ്മുടെ ബോണിന്റെ ആക്സിസ് ഇതാണെങ്കിൽ ഫ്രാക്ചർ, ബോൺ മുറിഞ്ഞു പോകുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ 2 ആക്സിസും ബോൺ ബ്രേക്ക് ചെയ്യുന്നതും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു, ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ എന്ന് വിളിക്കുന്നു. ഇത് കാണുമ്പോൾ അറിയാം, ഇതിന്റെ ആക്സിസ് എന്താണ്, ഇങ്ങോട്ടാണ്. പക്ഷെ ബോൺ മുറിഞ്ഞു പോയേക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ. അപ്പൊ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അർത്ഥം ജസ്റ്റ് ഫിഗർ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ് ഒബ്ലിക് എന്ന് പറഞ്ഞാൽ, ഒബ്ലിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഡയഗണലിൽ നിന്നും കൂടെ ആ ഒരു അർത്ഥം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ ആക്സിസ് ഇതാണ്, ബോൺ ബ്രേക്ക് ചെയ്തത് അതിന് ഡയഗണൽ ആയിട്ടാണ്.
ഓക്കെ, അപ്പൊ ഒരു ഡയഗണൽ രീതിയിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ഒബ്ലിക് ഫ്രാക്ചർ എന്നറിയപ്പെടും. ഓക്കെ, സിംപ്ലി പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ, വീഡിയോ ഒന്ന് കാണുമ്പോൾ ഒരു ഒറ്റ തവണ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, അടുത്ത ഏതാണ്? സ്പൈറൽ ഫ്രാക്ചർ. പേരിനോടെ സൂചിപ്പിക്കുന്നത് കണക്ക് തന്നെ ഫിഗർ കണ്ടോ മക്കളെ? ഏതാണ്ട് സ്പൈറൽ ഫ്രാക്ചറിന്റെ ഒരു ഫിഗർ കണ്ടോ? ആ ബോൺ ബ്രേക്ക് ചെയ്യുന്നത് ഒരു ചുറ്റി വളഞ്ഞ രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു സ്പൈറൽ ആകൃതിയിലാണ് ആ ബോണ് ബ്രേക്ക് ചെയ്ത് പോയേക്കുന്നത്. ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ സ്പൈറൽ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റിംഗ്, ഒരു റൊട്ടേഷണൽ ഫോഴ്സ് വരും. നമ്മളെ കൈയൊക്കെ പിടിച്ച് പെട്ടെന്ന് തിരിക്കത്തില്ല ആരെങ്കിലും ഒക്കെ, അപ്പോൾ ഒരു ഫ്രാക്ചർ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ ഏത് ചാൻസ് ആയിരിക്കും ഉണ്ടാവാനുള്ള ചാൻസ്? സ്പൈറൽ ഫ്രാക്ചർ ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം നമ്മൾ ഒരു ആക്സിസിൽ നമ്മുടെ കൈ അറ്റം ഇങ്ങനെ തിരിഞ്ഞിരിക്കുമായിരിക്കും. കൈയുടെ ഇത് പിടിച്ച് ഒരാൾ തിരിക്കുമ്പോഴത്തേന് ഒരു ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ അതങ്ങ് ബോൺ അങ്ങ് ട്വിസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ ആ ട്വിസ്റ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ സ്പൈറൽ രീതിയിലായിരിക്കും അവിടെ ഫ്രാക്ചർ ഉണ്ടാവുക. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്തത് ഏതാണ്? ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ. ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ അർത്ഥം ഇത്രയേ ഉള്ളൂ. മലയാളത്തിൽ നിന്ന് അർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ബോണ് ബ്രേക്ക് ചെയ്യുന്നു, ഇമ്പാക്റ്റിലൂടെ എന്ത് ചെയ്യുന്നു? ബോൺ ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ ആ ഒടിഞ്ഞ രണ്ട് ഭാഗങ്ങളും കൂടെ ഏതെങ്കിലും ഒരു ഫോഴ്സിലൂടെ, അഡീഷണൽ ഫോഴ്സിലൂടെ അതങ്ങ് ഒടിയുന്ന സമയത്ത് അങ്ങ് കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ ഓവർലാപ്പ് ചെയ്തങ്ങ് കയറി ആ മുറിഞ്ഞതും കൂടെ അടിച്ചങ്ങ് ആ മറ്റൊരു ബോണിലേക്ക് അങ്ങ് കയറുകയാണെങ്കിൽ, മറ്റൊരു ബോൺ എന്ന് പറയുമ്പോൾ ഈ രണ്ട് പോർഷൻ ആയിരിക്കുമല്ലോ മുറിയുന്നത്. ഇതൊരു പോർഷൻ, ഇത് മറ്റൊരു പോർഷൻ. അപ്പൊ ആ മുറിഞ്ഞ രണ്ട് പോർഷനും കൂടെ അങ്ങ് ഒന്നായി ചേരുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടി ഫോഴ്സ് മൂലം എന്ത് ചെയ്യുന്നു? അതങ്ങ് കയറും, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അങ്ങ് കയറിയും കൂടെ ഇരിക്കുവാണെങ്കിൽ അത്തരം ഫ്രാക്ചറിനെ വിളിക്കുന്ന പേരാണ് ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ. ഓക്കെ, അർത്ഥം അറിയാലോ? നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ബ്രേക്ക്, എപ്പോഴാ ബ്രേക്ക് വരിക? വേർ ദ ബോൺ ബ്രോക്കൺ എൻഡ്സ് ഓഫ് എ ബോൺ ആർ ഡ്രിവൺ ഇൻ ടു ഈച്ച് അതർ. രണ്ടും കൂടെ എന്ത് ചെയ്തു? തുളച്ച് ഒരുമിച്ചങ്ങ് കയറുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയായപ്പോ നമ്മുടെ ടോസി തീർന്നു. TOSI ഏതൊക്കെയാ പറഞ്ഞെന്ന് പറഞ്ഞേ? ടി ട്രാൻസ്വേഴ്സ്, O ഒബ്ലിക്ക്, S സ്പൈറല്, I ഇമ്പാക്റ്റഡ്. ആദ്യത്തെ 4 കഴിഞ്ഞു. അപ്പൊ അത് ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പേര് പെട്ടെന്ന് കിട്ടത്തില്ലേ? അടുത്തത് നെക്സ്റ്റ് വൺ ഏതാണ്? GDC² എന്നല്ലേ? അതിലെ GDC² അതിലെ G. ഓക്കെ, ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ഏത് ഫ്രാക്ചർ ആണ് മക്കളെ? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മുടെ എക്സാമിന് ചോദിക്കാറുള്ള ഒരു പോർഷൻ ആണ്. 1 മാർക്കിനും 2 മാർക്കിനും കൂടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ പേരിനെ സൂചിപ്പിക്കുന്ന കണക്ക് തന്നെ നമ്മുടെ ഇളം എന്താണ് ചെടികൾ കാണുമല്ലോ, ഈ ഹെർബ്സ് പോലെയുള്ള ചെടി വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാരല്ല, ഈ പുല്ല് അങ്ങനെയൊക്കെ ഉള്ളത്. ഇതിനെ നമ്മളെടുത്ത് പെട്ടെന്ന് ഒടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് ഒടിയത്തില്ല. അത് പകരം ഇതെന്ത് ചെയ്യത്തുള്ളൂ? ആ ഫിഗറിൽ കാണുന്ന കണക്ക് ഒരു തൊലിഞ്ഞ് എന്ത് ചെയ്യും? ഇതങ്ങ് കറങ്ങിയിരിക്കത്തേ ഉള്ളൂ. ഇതിനെ പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്, അല്ലേ? അതേ കണക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു ഗ്രീൻ സ്റ്റിക്ക് മുറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുവോ ആ രീതിയിൽ ഉണ്ടാകുന്ന ഫ്രാക്ചറിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് ഇങ്ങനെയാണ്. 1 മാർക്കിന് കയറി ചോദിക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ഈസ് മോസ്റ്റ് കോമൺ ഇൻ ചിൽഡ്രൻ? കുട്ടികളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഫ്രാക്ചർ ടൈപ്പ് ഏതാണ്? ഈ ഒരു ടൈപ്പാണ്, ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ ആണ്. ഈ കുട്ടികളൊക്കെ എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെറുതായിട്ട് ഓടി ചെന്ന് തട്ടുകയോ അല്ലെങ്കിൽ ഈ രീതി ഒന്ന് ടെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ അത് എല്ല് ഒടിയാറില്ല, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാറില്ല. ജസ്റ്റ് ഇതങ്ങ് അവരെ ആ കുട്ടികളുടെ ബോൺസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഇച്ചിരി ടെൻഡർ അല്ലേ, ടെൻഡർ ആയിട്ടുള്ള ബോൺ അല്ലേ. അപ്പോഴത്തേനും അത് പൂർണ്ണമായിട്ട് ഒടിഞ്ഞു പോകുന്നതിന് പകരം അതൊരു ടെൻഡർനെസ് ഉണ്ട്. അതെന്തായി? ഒന്ന് ചരിഞ്ഞ് നമ്മളെ പുല്ലൊക്കെ ഒടിക്കുന്ന കണക്ക് ഒരു ഫീൽ ഉണ്ടാവും. അത് വിട്ടുപോകത്തില്ല, ഇങ്ങനെ തളർന്നിങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ കിടക്കുന്ന കണക്കായിരിക്കും അനുഭവപ്പെടുക. ഒരു യങ് ട്രീ ബ്രാഞ്ചിന്റെ കണക്ക്, അല്ലെ, ഒരു ടെൻഡർ ട്രീ ബ്രാഞ്ചിനെ പോലെ കിടക്കുന്നത് ടൈപ്പാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിനകത്തുള്ള ഫസ്റ്റ് വൺ. അടുത്തേതാണ് ഡിപ്രസ്ഡ് ഫ്രാക്ചർ. ഡിപ്രസ്ഡ് ഫ്രാക്ചർ കൂടുതലും പ്രധാനമായിട്ടും ഉണ്ടാവുക നമ്മുടെ തലയിലായിരിക്കും ഉണ്ടാകുന്നത്. ഹെഡ് പോർഷനിൽ ഇഞ്ചുറി വരുമ്പോഴാണ് ഡിപ്രസ്ഡ് ഫ്രാക്ചർ ഉണ്ടാവുക, പ്രത്യേകിച്ച് സ്കള്ളിന്റെ പോർഷനിൽ. ആ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എവിടെയെങ്കിലും പോയി നമ്മൾ തട്ടിയോ നെറ്റിയൊക്കെ ഒന്ന് തട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ സ്കള്ള് ചെറിയ ചെറിയ ഇതായിട്ട് എന്ത് ചെയ്യും? അകത്തേക്ക് ഒടിഞ്ഞ് അങ്ങ് അകത്തേക്ക് തലച്ചോറിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? അങ്ങ് താന്നു പോകും, ഇല്ലേ? ഇൻവേർട്ട് ടുവേർഡ്സ് ദ ബ്രെയിൻ, പുഷ്ഡ് ഇൻവേർട്സ് ടുവേർഡ്സ് ദ ബ്രെയിൻ. അപ്പൊ ഫ്രാക്ചർ ഉണ്ടാവുമ്പോൾ സ്കള്ളിൽ അനുഭവപ്പെടുകയും ഫ്രാക്ചർ ഉണ്ടാവുകയും ആ ഫ്രാക്ചറിന്റെ അനുബന്ധമായി ആ ബോണ് അല്ലെങ്കിൽ സ്കള്ള് ബ്രെയിനിന്റെ അകത്തേക്ക് കയറി പോവുകയാണെങ്കിൽ ആ ടൈപ്പ് ഫ്രാക്ചർ ആണ് ഡിപ്രസ്ഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ അല്ലേ? അടുത്തതിലോട്ട് പോകാലോ. അടുത്തേതാണ് കംപ്രസ്ഡ് ഫ്രാക്ചർ. കംപ്രസ്ഡ് ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ നട്ടലിന് ഏൽക്കുന്ന ചില ക്ഷതങ്ങൾ കംപ്രസ്ഡ് ഫ്രാക്ചറിലേക്ക് നയിക്കാറുണ്ട്, ലീഡ് ചെയ്യാറുണ്ട്. അപ്പം
എന്താണ് വെർട്ടിബ്ര ഉണ്ടല്ലോ നമ്മുടെ നട്ടില് വെർട്ടിബ്ര. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ പ്രഷർ വ്യത്യാസം വരുമ്പോ അല്ലെങ്കിൽ ഒരു അണ്ടർ പ്രഷർ കണ്ടീഷനിൽ നമ്മൾ വെർട്ടിബ്ര അനുഭവപ്പെടുമ്പോ ഈ പറയുന്ന ഓരോ പോർഷനും ഇതിന്റെ ഇടയ്ക്കുള്ള വെർട്ടിബ്രയുടെ ഇടയ്ക്കുള്ള ഈ കശേരുക്കൾ എന്ന് മലയാളത്തിൽ പറയും, ഇത് തമ്മിൽ എന്ത് ചെയ്യും, കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിന്റ് ആവുകയും അതിന്റെ ഫലമായിട്ട് ഇവിടെ കണ്ടോ ഫിഗർ നിങ്ങൾ കണ്ടു കാണും. ഇത് ചെറുതായിട്ട് എന്ത് സംഭവിക്കുന്നു, ഒരു വിടവ് പോലെ ഉണ്ടാവത്തില്ലേ, അത് അവിടെ ബോണിൽ ഫ്രാക്ചർ, ആ വെർട്ടിബ്രൽ ബോണിന് ഫ്രാക്ചർ സംഭവിക്കും. പ്രഷർ വരുന്ന സമയത്താണ് നമ്മൾ ഹെവി ആയിട്ടുള്ള നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് ഓവർ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോഴായിരിക്കും നട്ടലിന് ഈ പറയുന്ന കംപ്രസ്ഡ് ഫ്രാക്ചർ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂട്ടഡ് ഫ്രാക്ചർ. ഫിഗർ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടും. കമ്മ്യൂട്ടഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത് സിമ്പിളി ഇത്രയേ ഉള്ളൂ മക്കളെ. ബോൺ ഒടിയുന്ന സ്ഥലത്ത് ആ ഒടിഞ്ഞ ഫ്രാക്ചേർഡ് ബോൺ ഒരുപാട് പീസുകളായിട്ട്, ചെറിയ ചെറിയ പീസുകളായിട്ട് ഷാറ്റേർഡ് ആയി പോവുകയാണെങ്കിൽ ഓക്കെ, ആ ടൈപ്പ് ഫ്രാക്ചറിനെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടഡ് ഫ്രാക്ചർ. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ടൈപ്പുകൾ മൊത്തത്തോടെ ആയെന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പൊ എന്താണ് സിവിയർ ബ്രേക്ക് വേറെ ബോൺ ഷാറ്റേഴ്സ് ഇൻറ്റു 3 or more ഫ്രാഗ്മെന്റ്സ്, ഒരുപാട് ഫ്രാഗ്മെന്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു, കമ്മ്യൂട്ടഡ് ഫ്രാക്ചർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഫ്രാക്ചർ ഉണ്ട് എന്ന് മനസ്സിലായി കഴിയാൻ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഒരാൾക്ക് ഫ്രാക്ചർ പറ്റിയിട്ടുണ്ടെന്ന്? ഓക്കെ, നമുക്ക് ഈ പറയുന്ന സൈൻസ് നോക്കി നമുക്ക് അയാളുടെ എല്ലുകൾ ഫ്രാക്ചേർഡ് ആയിട്ടുണ്ടോ, ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഫ്രാക്ചേർഡ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, പെയിൻ അറ്റ് ദ നിയർ ദ സൈറ്റ് ഓഫ് ഫ്രാക്ചർ വിച്ച് ഇൻക്രീസസ് ബൈ മൂവ്മെന്റ്. അപ്പോൾ ഒരു ആക്സിഡന്റ് ഏൽക്കുന്നു ഒരാള്, അപ്പൊ അയാളെ നമ്മൾ എണീപ്പിക്കാനൊക്കെ ശ്രമിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് വേദന കൊണ്ട് പിന്നെയും പിന്നെയും പൊളയുവാണ്, നമുക്ക് അങ്ങോട്ട് പിടിക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുവാണ്. കൂടുതൽ അയാളുടെ വേദന കൂടുകയാണെങ്കിൽ ഈ ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ ഫ്രാക്ചേർഡ് ആയിട്ട് നമുക്ക് തോന്നിയ സൈറ്റിൽ പിടിക്കുന്നതനുസരിച്ച് പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ പെയിൻ കൂടുന്നതായിട്ട് അയാൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ബോണ് ഫ്രാക്ചേർഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത ഏതാണ്, ഡിപ്രസ്ഡ് ഫ്രാക്ചർ നിയർ ദ സൈറ്റ് ഓഫ് ഇഞ്ചുറി വിച്ച് ഇൻക്രീസസ് ബൈ മൂവ്മെന്റ്. അപ്പം ഈ മൂവ്മെന്റ് നമ്മൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്യുകയൊക്കെ അങ്ങനെ ചെയ്തുകൂടാ. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേന് ഈ പറയുന്ന നമ്മൾ അദ്ദേഹത്തിന്റെ ആ ബോണിന്റെ സ്ഥലത്തേക്ക് തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ കുഴി പോലെയൊക്കെ തോന്നുവാണെങ്കിൽ പുള്ളിക്ക് ഡിപ്രസ്ഡ് ഫ്രാക്ചർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാൻ കഴിയും. ഇനി മൂവ്മെന്റ് നടത്താൻ ഡിഫിക്കൽറ്റി ആണെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഫ്രാക്ചർ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി അതേ കണക്ക് തന്നെ ആ ഫ്രാക്ചർ അല്ലെങ്കിൽ ഇമ്പാക്ട് ഏറ്റ ഏരിയയിൽ കളർ വ്യത്യാസമോ നീലിക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ചുമക്കുകയോ സ്വെല്ലാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വീർത്ത് വരികയൊക്കെ ആണെങ്കിൽ അത് ഫ്രാക്ചർ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് സസ്പെക്ട് ചെയ്യാം. അപ്പൊ ഇത്രയാണ് സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഡീഫോർമിറ്റി, ടെൻഡർനെസ്, ക്രപ്പീറ്റസ്, ഇതൊന്ന് ഓർത്തേക്കുക. ഈ ബോണ് ക്രാക്ക് ചെയ്യുന്ന സൗണ്ടിന്, ഒരു ക്രാക്ഡ് സൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ക്രപ്പീറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഡീഫോർമിറ്റി അയാളുടെ ആ അംഗങ്ങൾക്ക് എന്തെങ്കിലും ഭംഗങ്ങൾ സംഭവിച്ചെന്ന് നോക്കുക. എന്ന് പറഞ്ഞാൽ മീൻസ് അതിനകത്ത് നമ്മളെ നോർമലി നമുക്ക് ബോൺസിന് നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഒരു ഷേപ്പ് കാണുമല്ലോ, ആ ഷേപ്പിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ, ഇപ്പൊ കൈയൊക്കെ ഒടിയാണെങ്കിൽ ഇപ്പം നമ്മുടെ കൈയുടെ ആ ഒരു പോർഷൻ നമ്മൾ സാധാരണ നമ്മുടെ കൈമുട്ടിന്റെ ഭാഗമല്ലേ വളയ്ക്കാൻ പറ്റുക, ഇച്ചിരി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേന് അത് ഒടിഞ്ഞു തൂങ്ങുകയാണെങ്കിൽ ആ കൈയും കൂടെ എന്ത് ചെയ്യും, സംഭവിക്കത്തില്ലേതാ. ഇപ്പം ഇതിപ്പോ പുള്ളിയുടെ കൈയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ കൈയുടെ സ്ഥലത്ത് അയാൾക്ക് ഇവിടെ വെച്ച് മൂവ്മെന്റ് പോസിബിൾ ആണ്, കൈ അങ്ങോട്ട് പൊക്കുകയും താക്കുകയും ചെയ്യാം, നമ്മുടെ കൈമുട്ട ഏരിയ. പക്ഷെ ഇതാ ഇവിടെ ഒരു ബ്രേക്കേജ് വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് ഒടിഞ്ഞ് താഴോട്ട് തൂങ്ങത്തില്ലേ മക്കളെ. അപ്പൊ അവിടെ ഒരു ഡീഫോർമിറ്റി സംഭവിച്ച കണക്ക് നമുക്ക് അനുഭവപ്പെടും. പെട്ടെന്ന് നോക്കുമ്പോഴത്തേന് രണ്ട് കൈമുട്ടിന്റെ കണക്കൊക്കെ നമുക്ക് ഒടിഞ്ഞിരിക്കുന്ന കണക്കൊക്കെ തോന്നും. അപ്പൊ അത് ഡീഫോർമിറ്റി ആണ്. അപ്പൊ ഡീഫോർമിറ്റി, ടെൻഡർനെസ്, ക്രെപ്പീറ്റസ് സൗണ്ട്, പിന്നെ ഷോക്കിന്റെ സൈൻ ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും ഈ പറയുന്ന പുള്ളിക്ക് എന്താണ് ഫ്രാക്ചർ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മളപ്പം ഫ്രാക്ചർ സംഭവിച്ച ആൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഈ ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ഫ്രാക്ചറിൽ മാത്രമല്ല എല്ലാത്തിലും നമ്മൾ ഫസ്റ്റ് എയ്ഡിന്റെ എയിം ഒരു കോമൺ ആണ്. അപ്പൊ എല്ലാ പോയിന്റുകളും ഇപ്പം ബേൺസ് ചോദിച്ചാലും അല്ലെങ്കിൽ മറ്റ് ഇതായിട്ടുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന കാര്യങ്ങളും ചോദിച്ചാലും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ടു പ്രിവെന്റ് ഫർദർ ഡാമേജ്, ടു റെഡ്യൂസ് പെയിൻ, ടു മേക്ക് പേഷ്യന്റ് കംഫർട്ടബിൾ, ടു ഗെറ്റ് മെഡിക്കൽ എയ്ഡ് അറ്റ് ദി ഏർലിയസ്റ്റ്. ഇതാണ് ഫസ്റ്റ് എയ്ഡിന്റെ പ്രധാനപ്പെട്ട എയിമുകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എയിം? ഒന്ന്, കൂടുതൽ ഈ പറയുന്ന ഡാമേജ് വഷളാവാതെ അല്ലെങ്കിൽ പുള്ളിയുടെ സ്ഥിതി കൂടുതൽ വഷളാവാതെ നമ്മൾ എന്ത് ചെയ്യുക, നോക്കണം. ഇനി അയാൾക്ക് നല്ല രീതിയിൽ പെയിൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ പെയിൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇത് ആദ്യപടിയായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ,
അടുത്തത് പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ആശ്വസിപ്പിക്കുക, പുള്ളിയെ എന്ത് ചെയ്യുന്നു, കംഫർട്ട് ആയിട്ടുള്ള രീതിയിലോട്ട് മാറ്റിയെടുക്കുക. മെന്റലി ആയാലും ഫിസിക്കലി ആയാലും. ഇപ്പം ഒരു പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഏരിയ ആണെങ്കിൽ ആ ആക്സിഡന്റ് ഏരിയ എടുത്തുനിന്ന് പറ്റുമെങ്കിൽ അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിക്കുക. നമ്മളത് നോക്കുക, കൂടുതൽ വഷളാവുന്ന രീതിയിലോട്ട് പോരുത്. ഓക്കെ. പിന്നെ എന്താണ്, മെഡിക്കൽ എയ്ഡ്, നമുക്ക് പെട്ടെന്നൊരു വൈദ്യ സഹായം പെട്ടെന്ന് ആംബുലൻസിനെയൊക്കെ വിളിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇതാണ് എയിംസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എസ്സേ എഴുതുന്ന സമയത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ഇനി ഇങ്ങനെ ഒരു ഫ്രാക്ചർ വന്ന ആളെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം. ഫസ്റ്റ്, പുള്ളിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ പുള്ളി ബോധരഹിതനായിട്ട് മാറുകയാണെങ്കിൽ അതിൽ നിന്നും മോചനം ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ നടപടികൾ നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കണം. ഫ്രാക്ചർ ഉണ്ടായാലും പുള്ളിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടായാൽ അത് തടയാൻ നോക്കുക. ഇനി എന്താണ്, ഈ പറയുന്ന ഫ്രാക്ചർ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ എപ്പോഴാണ് നിൽക്കേണ്ടത്, ഈ പറയുന്ന രീതിയിൽ ഒരു ബാഡ് കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പം പുള്ളിയുടെ കണ്ടീഷൻ പിന്നെയും വഷളാവുമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഫ്രാക്ചർ ട്രീറ്റ് ചെയ്യാൻ നിൽക്കുക. അല്ലെങ്കിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ആംബുലൻസിന്റെ സഹായം തേടാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവിച്ച ആ കൈകാൽ ഏരിയ ആണെങ്കിൽ, ലിംബാണെങ്കിൽ അത് ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പൊ ആ ഇമ്മൊബിലൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഫ്രാക്ചർ ഇത് ചോദിക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ ഇമ്മൊബിലൈസ് ചെയ്യാം. ഒന്നെങ്കിൽ ബാൻഡേജസോ സ്പ്ലിന്റുകളോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പുള്ളി അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ ഫ്രാക്ചർ ഏറ്റ ഭാഗത്തെ മൂവ്മെന്റുകൾ എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ. ആരെങ്കിലും വലിച്ചു പിടിക്കുകയോ അല്ലെങ്കിൽ കാലിലാണ് ഫ്രാക്ചർ എങ്കിൽ കാല് പിടിച്ച് മറ്റൊരാൾ വന്ന് പിടിച്ച് നീട്ടി മറ്റൊരിടത്തിട്ട് ആക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ അതിനെ സമ്മതിക്കരുത്. ഈ പറയുന്ന രീതിയിൽ ആ മൂവ്മെന്റ്, അനാവശ്യമായിട്ടുള്ള മൂവ്മെന്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റുകൾ. അതിന്റെ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, ബാൻഡേജ് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഏത് പോർഷനിൽ ഇഞ്ചേർഡ് പോർഷനിൽ നമുക്ക് ഇഞ്ചേർഡ് ആയിട്ടുള്ള ലിംബ് നാച്ചുറൽ സ്പ്ലിന്റ് ആയിട്ട് യൂസ് ചെയ്യാം. സ്പ്ലിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കെട്ടി വെക്കാൻ പറ്റുന്ന ഒരു കമ്പോ, ഈ പറയുന്ന രീതിയിൽ രണ്ട് കമ്പുകൾ യോജിപ്പിച്ച് അതിനെ നമ്മൾ ഫ്രാക്ചർ പറ്റിയ കാലോ കൈയോ ഒക്കെ ആണെങ്കിൽ കെട്ടി വെക്കാറില്ലേ, അത് സ്പ്ലിന്റ് നമ്മൾ ഉപയോഗിക്കും. ഇപ്പൊ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഇടത് കൈക്കാണ് ഫ്രാക്ചർ സംഭവിച്ചതെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വലത് കൈ അതിനോട് ചേർത്ത് ആ ഫ്രാക്ചർ വെച്ച കൈയെ നമുക്ക് എന്ത് ചെയ്യാൻ, ചേർത്ത് കെട്ടിവെക്കാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്, ബാൻഡേജ് ഡയറക്റ്റ് ആയിട്ട് ഫ്രാക്ചറിനകത്ത് ഒട്ടിക്കാൻ പാടില്ല. ഇനി ബാൻഡേജ് ഫേം ആയിരിക്കണം, പക്ഷെ ഒരുപാട് ടൈറ്റ് ആകാനും പാടില്ല. അപ്പൊ ബാൻഡേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പറയുന്ന ആംഗിൾസിലും നീസിലും ഒക്കെ ആണെങ്കിൽ പാഡിങ്ങുകൾ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ബാൻഡേജ് യൂസ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി സ്പ്ലിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് സ്പ്ലിന്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. കാലിന്റെ രണ്ട് ഇരുവശങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കട്ടിയുള്ള ഒരു പീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോർത്തിണക്കി വെക്കുന്നു. അതിനെയാണ് സ്പ്ലിന്റ് എന്ന് വിളിക്കുക. ഓക്കെ. ഇത് വുഡോ പ്ലാസ്റ്റിക്കോ മെറ്റലോ പോലെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. സ്പ്ലിന്റിന്റെ പ്രത്യേകത, അത് വൈഡ് ആയിരിക്കണം, പാഡഡ് ആയിരിക്കണം. ഓക്കെ. ലോങ് ഇനഫ്, നല്ല രീതിയിൽ നീളം ഉണ്ടായിരിക്കണം. ലോങ് ഇനഫ് ടു കവർ ദി ജോയിന്റ്സ് എബോ ആൻഡ് ബിലോ. ഇനി ക്ലോത്തിങ്ങിന് മുകളിലായിട്ട് അത് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ. ഇംപ്രവൈസ്ഡ് സ്പ്ലിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു കറക്റ്റ് സ്പ്ലിന്റ് അല്ലെങ്കിൽ മെഡിക്കലായിട്ട് കൊണ്ടുവരുന്ന സ്പ്ലിന്റ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അവിടെ ഇരിക്കുന്ന ആ പരിസരത്തുള്ള എന്തെങ്കിലും ഇങ്ങനെയുള്ള കട്ടിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അതൊരു മോഡിഫൈഡ് അല്ലെങ്കിൽ ഇംപ്രവൈസ്ഡ് സ്പ്ലിന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഓർക്കുക. ഓക്കെ. ഇനി അടുത്തത്, ഇമ്മൊബിലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സ്പ്ലിന്റോ കാര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ഫ്രാക്ചർ പറ്റിയ കാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോർഷൻ ആ ഒരു ഏരിയയെ എന്ത് ചെയ്യുക, സ്പ്ലിന്റ് ചെയ്ത് ഇമ്മൊബിലൈസ് ചെയ്തിട്ട് അതിനെ ഒന്ന് എലവേറ്റ് ചെയ്ത് വെക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. പിന്നീട് ഷോക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ഷോക്ക് ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ഷോക്ക് എന്ന് പറയുന്നത് ഏരിയ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡിൽ തന്നെ പിന്നീട് പഠിക്കാനുണ്ട്. അപ്പൊ അത് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ അടുത്ത വരുന്ന ഷോക്കിന്റെ ക്ലാസ്സുകൾ കണ്ടു പഠിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എസ്സേ പോലെ എന്ത് ചെയ്യാം, ഈ പറയുന്ന നമുക്ക് ഇത് എഴുതാൻ പറ്റും, ഫ്രാക്ചറുമായിട്ട് ബന്ധപ്പെട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്ന, ഫ്രാക്ചറിന്റെ കോഡ് ഉപയോഗിച്ച് 8 നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുമല്ലോ. ഓർമ്മയുണ്ടോ? കോഡ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക.
അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഒരു ഉപയോഗം കൂടെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ടോസി GDC സ്ക്വയർ. ഓക്കെ, സി സ്ക്വയറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് CC എന്ന് എടുത്താലും മതി. ഓക്കെ, എന്തൊക്കെയാണ്? T ട്രാൻസ്വേഴ്സ്, ഒബ്ലിക്ക്, സ്പൈറല്, ഇമ്പാക്റ്റഡ്, ഗ്രീൻ സ്റ്റിക്ക്, ഡിപ്രസ്ഡ്, കംപ്രസ്ഡ്, കമ്മ്യൂട്ടഡ്. ഓക്കെ, അപ്പം പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തില്ലേ? ഇതെല്ലാം ഓർത്ത് വെച്ച് ഈ കോഡിലൂടെ പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം ക്ലാസ് കണ്ട എല്ലാവർക്കും ഹെൽത്ത് ഇൻസ്പെക്ടർ ക്രൂവിന്റെ ഭാഗത്ത് നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.